ദുബായ് പോലീസ് നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വിവിധതരം കോൺസെർട്ടുകൾ, വിനോദ പരിപാടികൾ, DJ പാർട്ടികൾ, ഇനി യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഔദ്യോഗിക സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ദുബായ് പോലീസ് പറയുന്നത്. അതിൻ്റെ ഒരു കാര്യം നമുക്കറിയാവുന്നതാണല്ലോ, ഈ വ്യാജ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഈ ഫെസ്റ്റിവൽ സീസണിൽ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പോപ്പുലാരിറ്റിയുള്ള പരിപാടികളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യാജ ടിക്കറ്റ് വെബ്സൈറ്റ് വഴിയും സോഷ്യൽ മീഡിയ പേജുകൾ വഴിയൊക്കെ ഈ തട്ടിപ്പ് സംഘം വിൽപ്പന നടത്തുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ആയിക്കോട്ടെ, ഇനി ലിങ്ക്ഡിനിലൂടെയൊക്കെ ഇത്തരം ആളുകൾ തട്ടിപ്പിന് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ലിങ്ക്ഡിനിലൊക്കെ തട്ടിപ്പ് നടത്തുന്ന സമയത്ത് നമ്മുടെ പ്രൊഫഷൻ എന്താണോ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമുക്ക് മെസ്സേജ് വരിക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻറ്റുകൾക്കായിട്ട് ഇതാ ഒരു ന്യൂ ഇയർ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, ഒരു ന്യൂ ഇയർ പാർട്ടി ഉണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ കൂടി ഗുണമുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സോഴ്സുകളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര $, പേ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികത നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദുബായ് പോലീസിൽ വിവരം അറിയിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. വിശ്വസനീയമാണെന്ന് തോന്നിപ്പിക്കുന്ന ഫേക്ക് വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഇതിന് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫെസ്റ്റിവൽ സീസണാണ്, തിരക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് ടിക്കറ്റ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയിട്ട് പണം കൈക്കലാക്കുന്നത്. അപ്പോൾ ഇത് ഔദ്യോഗിക വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തി മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യുക. സ്വാഭാവികമായിട്ട് വലിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, യഥാർത്ഥ പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറവിലാണ് ഈ സ്കാം ഉണ്ടാകുന്നത്. ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ, ഇനി അതുമല്ലെങ്കിൽ 901 എന്ന നമ്പറിലോ നിങ്ങളെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അബുദാബി മൊബിലിറ്റി അറിയിക്കുന്ന ഇക്കാര്യം, കിങ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് സ്ട്രീറ്റിലെ ചില ഇന്റർസെക്ഷനുകൾ ഭാഗികമായിട്ട് അടച്ചിടുമെന്നാണ് പറയുന്നത്. ഡിസംബർ 25 മുതൽ 29 വരെ ആയിരിക്കും ഇന്റർസെക്ഷനുകൾ ഭാഗികമായിട്ട് അടച്ചിടുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ബദൽ മാർഗങ്ങൾ ഈ ദിനങ്ങളിൽ സ്വീകരിക്കണമെന്നാണ് അബുദാബി മൊബിലിറ്റി അറിയിക്കുന്നത്. UAE-ലും വളരെ വിപുലമായിട്ട് പ്രവാസി മലയാളികളും നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. വിവിധ എമിറേറ്റുകളിലൊക്കെ അതിന്റെ അലയൊലികൾ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ദുബായ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളും അതിനൊരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വകാര്യ കമ്പനികളുടെ ഒരു ആഭ്യന്തര നിയമവും ചട്ടങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ അവധി നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവധിയുള്ളവർ അത്തരത്തിൽ ക്രിസ്മസ് ആഘോഷം, അവധിയില്ലാത്തവർ ഓഫീസുകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Pancha